ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് അന്തർ സംസ്ഥാന ബസ്സുകളിലും ലോറികളിലും പാഴ്സലായി എത്തുന്നത് മാരക രാസലഹരി. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എക്സൈസിന് കൈമാറിയത് രാസലഹരി വിൽപ്പനയ്ക്കിടെ മൂവാറ്റുപുഴയിൽ പിടിയിലായ കോതമംഗലം പായിപ്ര സ്വദേശി സാജിദ് അസീസാണ്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ രാസലഹരി വിൽപ്പനയ്ക്കിടെ എക്സൈസ് അറസ്റ്റ് ചെയ്ത കോതമംഗലം സ്വദേശി സാജിദ് അസീസിനെ ചോദ്യം ചെയ്തതോടെയാണ് ലഹരി ശൃംഖലയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചത്. ബംഗളൂരു കൊച്ചി രാസലഹരി ഇടനാഴിയിലൂടെ ലഹരി കടത്തിന് അന്തർസംസ്ഥാന ബസ് സർവീസുകളിലെ ജീവനക്കാരും ലോറി ജീവനക്കാരും അറിഞ്ഞും അറിയാതെയും പങ്കാളികളാകുന്നുണ്ടെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. സാജിദ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പരിചയപ്പെട്ട ചിക്മംഗളൂരു സ്വദേശി ഷഹബാസാണ് സാജിദിന് സ്ഥിരമായി MDMA എത്തിച്ചു നൽകുന്നത്. ബംഗളൂരുവിൽ നിന്നും പാഴ്സലായി ബസ്സുകളിലും ലോറികളിലും മറ്റും ഇടപ്പള്ളിയിലേക്കാണ് രാസലഹരി എത്തുന്നത്. പുസ്തകങ്ങളിൽ രഹസ്യ അറകൾ ഉണ്ടാക്കിയും ഗിഫ്റ്റ് ഐറ്റംസിലുമൊക്കെയാണ് രാസലഹരി പാഴ്സലായിട്ട് കൊച്ചിയിലെത്തുന്നത്. ബംഗളൂരുവിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് കൊച്ചിയിലെത്തുന്ന രാസലഹരി വൻവിലയ്ക്കാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വിറ്റഴിക്കുന്നത്. സംഭവത്തിൽ ബംഗളൂരുവിൽ നിന്നും രാസലഹരി എത്തിക്കുന്ന ഇടനിലക്കാരെക്കുറിച്ച് എക്സൈസിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.